നമസ്കാരം. ഈ ഒരു വീഡിയോയിൽ നാം കാണുന്നത് 2025 PSC നടത്തിയ LDC ടൈം കീപ്പർ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ ചോദ്യപേപ്പറും അതിന്റെ ഉത്തരങ്ങളുമാണ്. അപ്പോൾ ഇതിനകത്ത് TSCയുടെ ട്രെൻഡ് മാറി. ആ ട്രെൻഡിനനുസരിച്ച് നിങ്ങൾ ട്രാക്കിലായോ എന്നതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും ചോദിച്ചത്. അപ്പൊ നമുക്ക് ഈ ഒരു ചോദ്യപേപ്പർ ഒന്ന് പരിഗണിച്ച് നോക്കാം. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 43/2025/OL ഓൺലൈനിൽ നടന്ന ചോദ്യപേപ്പറാണ്. കേരള വാട്ടർ അതോറിറ്റിയിലേക്കാണ് നടന്നത്. ഒന്നാമത്തെ ചോദ്യം, ഹൂസ് ഓട്ടോബയോഗ്രഫി ഈസ് സ്റ്റംപ്ഡ് ലൈഫ് ബിഹൈൻഡ് ആൻഡ് ബിയോണ്ട് 22 യാർഡ്സ്. വേറൊന്നുമില്ല, സ്റ്റംപ്ഡ് ലൈഫ് ബിഹൈൻഡ് ആൻഡ് ബിയോണ്ട് 22 യാർഡ്സ് എന്ന ആത്മകഥ ആരുടേതാണെന്നാണ് തന്നിരിക്കുന്ന ഓപ്ഷൻസ്. ഇവയൊക്കെയാണ്: മഹേന്ദ്ര സിംഗ് ധോണി, സയ്യിദ് കിർമാണി, നയാൻ മോംഗിയ, കിരൺ മൂർ. ഇതിലെ ശരിയായ ഉത്തരം സയ്യിദ് കിർമാണിയാണ്. എന്താല്ലേ PSC ഇങ്ങനൊരു ചോദ്യം ചോദിക്കാനുള്ള കാര്യം? ഈ ചോദ്യം വന്നതൊരു കറണ്ട് അഫയറിൽ നിന്നാണ്. കറണ്ട് അഫയറിൽ നിന്ന് PSC ചോദിച്ചൊരു ചോദ്യമാണ് ഈ ആത്മകഥ. 2024 പ്രസിദ്ധീകരിച്ചതാണ് ഈ ആത്മകഥ, സ്റ്റംപ്ഡ് ലൈഫ് ബിഹൈൻഡ് ആൻഡ് ബിയോണ്ട് 22 യാർഡ്സ്. ഇദ്ദേഹം ഒരു ക്രിക്കറ്റ് പ്ലെയർ ആണ്, സയ്യിദ് കിർമാണി. ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്കറിയാം ഇന്ത്യ ആദ്യമായിട്ട് ഏകദിന ലോകകപ്പ് നേടിയത് 1983 ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ്. പിന്നീട് ഇന്ത്യ 2011 നേടിയിട്ടുണ്ട്. ഈ 1983 ലോകകപ്പിൽ അംഗമായിരുന്ന വ്യക്തിയാണ് സയ്യിദ് കിർമാണി. അപ്പൊ അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് ഇത്. ഇത് കറണ്ട് അഫയറിൽ നിന്നാണ് PSC ചോദിച്ചത്. അപ്പൊ ആ ചോദ്യം വന്ന ഡെപ്ത് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. നമ്മൾ അങ്ങനെ അധികം ശ്രദ്ധേയമായി കേട്ടിട്ടുള്ള ഒരു പേരല്ല ഇത്. അപ്പൊ ഈ ഒരു രീതിയിൽ PSCയെ അപ്രോച്ച് ചെയ്യുക. ഇതിനകത്തുണ്ടായിരുന്ന മറ്റൊരു ഓപ്ഷനാണ് മഹേന്ദ്ര സിംഗ് ധോണി. മഹേന്ദ്ര സിംഗ് ധോണി നമുക്കറിയാം ഇന്ത്യയുടെ മുൻ ക്യാപ്റ്റനായിരുന്നു. 2011 ഇദ്ദേഹം ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് നേടി തന്നിട്ടുണ്ട് ഇന്ത്യക്ക് വേണ്ടി. അതോടൊപ്പം 2007 2020 ലോകകപ്പ് നേടിത്തന്നു ധോണി. അത് അന്നത്തെ ആദ്യത്തെ 2020 ലോകകപ്പാണ് നടന്നത്. 2024 2020 ലോകകപ്പ് പുരുഷന്മാരുടെ നേടിയത് ചോദിച്ചാലും ഇന്ത്യയാണ്. ഇപ്പൊ 2024 ഏകദിന ലോകകപ്പ് നേടിയത് ഇന്ത്യയാണ്. അന്ന് ക്യാപ്റ്റൻ രോഹിത് ശർമ്മയാണ്. 2007 നേടിത്തുന്നത് മഹേന്ദ്ര സിംഗ് ധോണി. അതേപോലെ ഓർക്കേണ്ട മറ്റൊരു പോയിന്റ്, 2013 ചാമ്പ്യൻസ് ട്രോഫിയും ക്രിക്കറ്റ് ടൂർണമെന്റ് ആണ്. അത് നേടിയത് ചോദിച്ചാലും മഹേന്ദ്ര സിംഗ് ധോണിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ ടീമാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ വീണ്ടും കറണ്ട് അഫയർ ഫാക്ട് ഉണ്ട്. 2025 ICC ചാമ്പ്യൻസ് ട്രോഫി നേടിയത് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഇന്ത്യയാണ്. അതിന്റെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയായിരുന്നു. ചാമ്പ്യൻസ് ട്രോഫിയുമായി ബന്ധപ്പെട്ട ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് കാണുക. അതിനകത്തുണ്ടായിരുന്ന മറ്റ് 2 ഓപ്ഷൻസ് ആണ് നയൻ മോംഗിയ, കിരൺ മൂർ. ഈ തന്നിരിക്കുന്ന 4 പേരും ക്രിക്കറ്റ് പ്ലെയേഴ്സ് ആണ്. ആണെന്ന് ഓർത്താൽ മതി. ഇതിനകത്ത് സയ്യിദ് കിർമാണിയും മഹേന്ദ്ര സിംഗ് ധോണിന്ന് ഓർത്ത് മാറ്റി പഠിക്കുക. ഇനി 1-2 ജനറൽ ക്വസ്റ്റ്യൻ. ക്രിക്കറ്റിൽ ആകെ എത്ര പ്ലെയേഴ്സ് ആണ് ഒരു ടീമിൽ ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 11 പ്ലെയേഴ്സ് ആണ്. നമ്മളൊരു കോഡിലൂടെ പഠിക്കാറുണ്ട്, HCF കോഡ്. ഹോക്കി, ക്രിക്കറ്റ്, ഫുട്ബോള്, ഇത് 3ലും ഒരു ടീമിൽ എത്ര അംഗങ്ങളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 11. അപ്പൊ ഇതുവരെ നമ്മൾ ക്രിക്കറ്റിനെ കുറിച്ചൊന്ന് നോക്കി. 2025 ICC ചാമ്പ്യൻസ് ട്രോഫിയെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടെന്നും പറഞ്ഞു. നമുക്കിനി അവിടെ 1-2 കാര്യങ്ങളൊന്ന് പഠിച്ചാലോ? ICC T20 ലോകകപ്പ് നമുക്ക് ആദ്യം എടുക്കാം. T20 ലോകകപ്പ് ഇപ്പം അവസാനമായിട്ട് നടന്നത് 2024 നമ്മൾ പറഞ്ഞു. ആ 2024 നമ്മൾ നോക്കാതെ പോകുന്ന ഒരു കാര്യമുണ്ട്, തീം സോങ്. 2024 തീം സോങ് ചോദിച്ചു കഴിഞ്ഞാൽ ഔട്ട് ഓഫ് ദിസ് വേൾഡ്, ഒന്നെങ്കിൽ ഒഫീഷ്യൽ ആന്തം അല്ലെങ്കിൽ തീം സോങ് എന്ന് ചോദിക്കും. ഔട്ട് ഓഫ് ദിസ് വേൾഡ് എന്നതാണ്. അപ്പൊ ആ പോയിന്റ് ഒന്ന് നോക്കി വെക്കുക. ഇനി അവിടെ നിന്ന് ഇന്ത്യക്കാണ് സമ്മാനം അല്ലെങ്കിൽ വിജയിച്ചതെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ എവിടെയായിരുന്നു വേദി? ICC 2024 T20 വേദി ചോദിച്ചു കഴിഞ്ഞാൽ അത് US ആണ്. അമേരിക്കയിലും വെസ്റ്റ് ഇൻഡീസിലുമായിട്ടാണ് നടന്നത്. നടന്നതെന്ന് ഓർക്കുക. T20 ആണ്. 20 ഓവറുള്ള മത്സരങ്ങളെയാണ് T20 എന്ന് പറയുക. ഇനി ആ ഫൈനൽ നടന്ന സ്ഥലം ചോദിച്ചു കഴിഞ്ഞാൽ ബാർബഡോസ് ആണ്. വെസ്റ്റ് ഇൻഡീസിലെ ബാർബഡോസിലാണ് ഫൈനൽ നടന്നത്. അവിടെ ഓർക്കേണ്ടത് ആരാണ് വിജയിച്ചത് ഇന്ത്യ തന്നെയാണ്. പരാജയപ്പെടുത്തിയത് ചോദിച്ചു കഴിഞ്ഞാൽ ദക്ഷിണാഫ്രിക്കയാണ്. അപ്പൊ പരാജയപ്പെട്ട രാജ്യം ദക്ഷിണാഫ്രിക്ക, വിജയിച്ച രാജ്യം ഇന്ത്യ. ഇന്ത്യയുടെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയായിരുന്നു കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക.
അപ്പൊ ഇനി അവിടെ നമ്മൾ പഠിച്ചിട്ട് പോകേണ്ട രണ്ട് വസ്തുത, ഒന്ന് പ്ലെയർ ഓഫ് ദ മാച്ച്, അതായത് ഫൈനലിലെ അവസാനം നടന്ന മത്സരമാണല്ലോ ഫൈനൽ, അവസാന മത്സരത്തിൽ പ്ലെയർ ഓഫ് ദ മാച്ച് ആയിട്ട് തിരഞ്ഞെടുത്തത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വിരാട് കോഹ്ലിയാണ്. വിരാട് കോഹ്ലിയാണ് പ്ലെയർ ഓഫ് ദി മാച്ച് ആയിട്ട് ഫൈനലിലെ താരമായിട്ട് തിരഞ്ഞെടുത്ത് ചോദിച്ചാൽ വിരാട് കോഹ്ലിയാണ് ഇന്ത്യൻ താരമാണെന്നും നിങ്ങൾക്കറിയാം. ഇനി അവിടെ മനസ്സിലാക്കേണ്ടത് പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ്, അതായത് ആ ടൂർണമെന്റ് T20 ലോകകപ്പിനെ മൊത്തത്തിൽ പരിഗണിച്ചു കഴിഞ്ഞാൽ ആ ടൂർണമെന്റ് വിജയിച്ചത് അല്ലെങ്കിൽ ആ ടൂർണമെന്റിന്റെ താരം ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജസ്പ്രീത് ബുംറയാണ്. അപ്പൊ ടൂർണമെന്റിന്റെ താരം ജസ്പ്രീത് ബുംറ, അതേ സമയം ഫൈനലിലെ താരം ചോദിച്ചു കഴിഞ്ഞാൽ അത് വിരാട് കോഹ്ലിയാണ്. നടന്ന വേദി ചോദിച്ചു കഴിഞ്ഞാൽ US-ലും വെസ്റ്റ് ഇൻഡീസിലുമായിട്ടാണ്. വെസ്റ്റ് ഇൻഡീസിലെ ബാർബഡോസിലായിരുന്നു ഫൈനൽ നടന്നത്. ആ സ്റ്റേഡിയത്തിന്റെ പേര് ഓവൽ സ്റ്റേഡിയം എന്നാണെന്ന് കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇനി നമ്മൾ നോക്കുന്നത് ICC ചാമ്പ്യൻസ് ട്രോഫിയാണ്. ചാമ്പ്യൻസ് ട്രോഫിയിൽ അന്ന് നമ്മൾ പറയാത്തൊരു കാര്യമാണ് തീം സോങ്. തീം സോങ് ചോദിച്ചു കഴിഞ്ഞാൽ ജീത്തോ ബാസി കേൽക്കെ, ഒഫീഷ്യൽ ആന്തം അല്ലെങ്കിൽ തീം സോങ് ആണ് ജീത്തോ ബാസി കേൽക്കെ. വിജയിച്ചത് നിങ്ങൾക്കറിയാം, ഇന്ത്യയാണ് ICC ചാമ്പ്യൻസ് ട്രോഫി 2025 വിജയിച്ചത്. പരാജയപ്പെടുത്തിയ ചോദിച്ചാൽ ന്യൂസിലൻഡിനെയാണ്. ക്യാപ്റ്റൻ രോഹിത് ശർമ്മ തന്നെയാണ്. ഏകദിന ഫോർമാറ്റിലാണ് നടന്നത്, അതായത് 50 ഓവറുള്ള മത്സരങ്ങളെയാണ് നാം ഏകദിനം എന്ന് പറയുക. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് വേദിയാണ്. വേദി എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാന വേദി പാകിസ്ഥാനാണ്. പ്രധാന വേദി ICC ചാമ്പ്യൻസ് ട്രോഫി 2025 പ്രധാന വേദി പാകിസ്ഥാനാണ്. അതേസമയം ഇന്ത്യയുടെ മത്സരങ്ങളും ഫൈനലും നടന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് UAE-യിലാണ് ഇന്ത്യയുടെ മത്സരങ്ങൾ നടന്നതെന്ന് ഓർക്കുക. അപ്പോൾ ICC ചാമ്പ്യൻസ് ട്രോഫിയെ കുറിച്ചുള്ള മറ്റ് കാര്യങ്ങൾ നമ്മുടെ വീഡിയോ സന്ദർശിക്കുക. ഒരു കാര്യം കൂടി, ICCയുടെ അധ്യക്ഷൻ അല്ലെങ്കിൽ പ്രസിഡന്റ് നിലവിൽ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ICC ചെയർമാൻ അല്ലെങ്കിൽ അധ്യക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് ജയ്ഷായാണ്. ഇന്ത്യക്കാരനായ ജയ്ഷായാണ് ICCയുടെ തലവനെന്ന് ഓർത്തു വയ്ക്കുക. രണ്ടാമത്തെ ചോദ്യം, I too had a dream is the autobiography. ഈ ചോദ്യ പേപ്പറിൽ നല്ല ഓട്ടോബയോഗ്രഫി ഉള്ളതാണ്. ആത്മകഥ ഏതെന്നാണ് ചോദ്യം. I too had a dream. ഇവിടെ ഞാൻ ആൻസർ കാണിച്ചിട്ടില്ല, അറിയാവുന്ന നോക്കുക. ഇവിടെ ഉള്ള ഓപ്ഷൻസ് ഇതൊക്കെയാണ്: ഡോക്ടർ സോമനാഥ്, ഡോക്ടർ APJ അബ്ദുൽ കലാം, ഡോക്ടർ വർഗീസ് കുര്യൻ, ഡോക്ടർ KM ചെറിയാൻ. ശരി ഉത്തരം ഡോക്ടർ വർഗീസ് കുര്യനാണ്. ഇദ്ദേഹത്തെയാണ് ധവള വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. അതായത് വൈറ്റ് റവല്യൂഷന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ഡോക്ടർ വർഗീസ് കുര്യൻ. പാൽ ഉൽപാദനമായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യം എന്നുകൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് I too had a dream. I too had a dream എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ ആത്മകഥയാണ്. മറ്റു ഓപ്ഷനുകൾ നമുക്കൊന്ന് നോക്കേണ്ടതുണ്ട്. ഡോക്ടർ S സോമനാഥും. നമുക്കറിയാം ഡോക്ടർ സോമനാഥ് ISROയുടെ മുൻ ചെയർമാനാണ്. ISROയുടെ 10ാമത്തെ ചെയർമാനും മലയാളിയായ 5ാമത്തെ ചെയർമാനുമാണ് ഡോക്ടർ S സോമനാഥ്. അങ്ങനെയെങ്കിൽ ISROയുടെ നിലവിലെ ചെയർമാനും 11ാമത്തെ ചെയർമാനും ആരാണെന്ന് നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. അപ്പൊ മലയാളിയായ ഡോക്ടർ സോമനാഥ് ആണ് ISROയുടെ 10ാമത്തെ ചെയർമാൻ ആയിരുന്നതെന്ന് മനസ്സിലാക്കിയാൽ മതി. അടുത്തതിനകത്തുണ്ടായിരുന്ന ഓപ്ഷനാണ് ഡോക്ടർ APJ അബ്ദുൽ കലാം. അദ്ദേഹത്തെ നമുക്കറിയാം ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതിയായിരുന്ന വ്യക്തിയാണ് ഡോക്ടർ APJ അബ്ദുൽ കലാം. അതുപോലെ അദ്ദേഹത്തെയാണ് ഇന്ത്യയുടെ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നതും ഡോക്ടർ APJ അബ്ദുൽ കലാം ആണ്. ഇനി ഡോക്ടർ APJ അബ്ദുൽ കലാം സാറിന്റെ ആത്മകഥയാണ് ഏത്? വിങ്സ് ഓഫ് ഫയർ, അഗ്നിച്ചിറകുകൾ എന്നുള്ളത് അദ്ദേഹത്തിന്റെ ആത്മകഥയാണെന്ന് കൂടി ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. അപ്പൊ 3 പേരെ നമ്മൾ പരിചയപ്പെട്ടു. 4ാമത്തെ ആളാണ് ഡോക്ടർ KM ചെറിയാൻ. ഈ പേര് നമ്മൾ ഇതിനു മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഡോക്ടർ KM ചെറിയാൻ ഇദ്ദേഹം ഒരു ഹൃദയ ശസ്ത്രക്രിയ വിദഗ്ധനായിരുന്നു. ഈയിടെ അന്തരിച്ച വ്യക്തി കൂടിയാണ് അദ്ദേഹം. അതേപോലെ നമ്മൾ ഓർക്കേണ്ടുന്ന 1-2 വസ്തുതകളാണ്. രാജ്യത്തെ ആദ്യ കൊറോണറി ആർട്ടറി ബൈപ്പാസ് സർജറി നടത്തിയ വ്യക്തിയും ഡോക്ടർ KM ചെറിയാനാണ്. രാജ്യത്തെ ആദ്യ കൊറോണറി ആർട്ടറി ബൈപ്പാസ് സർജറി നടത്തി KM ചെറിയാൻ. ഇദ്ദേഹത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ എടുത്തു പഠിക്കേണ്ടുന്ന ഒന്നാണ് ഇദ്ദേഹത്തിന്റെ ആത്മകഥ. ഇനി വരുന്ന PSC പരീക്ഷകളിൽ ഷുവർ ഷോട്ട് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ഇദ്ദേഹത്തിന്റെ ആത്മകഥ. അതിന്റെ പേര് ജസ്റ്റ് ആൻ ഇൻസ്ട്രുമെന്റ്. ഇദ്ദേഹത്തിന്റെ സ്വന്തം ആയിട്ട് എഴുതുന്നതിനാണ് നമ്മൾ ആത്മകഥ എന്ന് പറയുന്നത്. മറ്റൊരാൾ എഴുതുന്നത് ബയോഗ്രഫിയാണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ആത്മകഥ ചോദിച്ചു കഴിഞ്ഞാൽ അത് ജസ്റ്റ് ആൻ ഇൻസ്ട്രുമെന്റ് എന്നതാണ് ഇദ്ദേഹത്തിന്റെ ആത്മകഥ. ഇനി ഇദ്ദേഹത്തെ കുറിച്ച് എഴുതിയതാണ് ജീവചരിത്രം. ഇദ്ദേഹത്തെ കുറിച്ച് പ്രിയ എം മേനോൻ എഴുതിയ ജീവചരിത്രമാണ് ദൈവത്തിന്റെ കൈ. അപ്പൊ ദൈവത്തിന്റെ കൈ ആരെ കുറിച്ചുള്ള ജീവചരിത്രമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡോക്ടർ KM ചെറിയാനെ കുറിച്ചുള്ളതാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് ജസ്റ്റ് ആൻ ഇൻസ്ട്രുമെന്റ്. ഇനി ആ ജീവചരിത്രം ആയ ദൈവത്തിന്റെ കൈ എഴുതിയതാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രിയ M മേനോനാണ്.
അപ്പോൾ ട്രെൻഡ് മാറി വന്ന PSCയുടെ ഒരു ചോദ്യപേപ്പറാണ് നമ്മൾ നോക്കിയത്. അതിന്റെ ആദ്യത്തെ 2 ചോദ്യം മാത്രമേ നമ്മൾ ഇവിടെ കവർ ചെയ്തിട്ടുള്ളൂ. കറണ്ട് അഫയർ രീതിയിൽ വന്ന ചോദ്യങ്ങളും മറ്റനുബന്ധ വിവരങ്ങളുമാണ് നമ്മളിവിടെ കവർ ചെയ്തത്. അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക, മറ്റ് ഉള്ളവരിലേക്ക് കൂടി ഒന്ന് ഫോർവേഡ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിന്റെ മുന്നോട്ടുള്ള ചോദ്യങ്ങളും വേണമെങ്കിൽ കമന്റ് ചെയ്യുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ക്ലാസ് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.